കൊല്ലം ചടയമംഗലത്ത് ഹോട്ടൽ ഉടമയെ കുത്തിക്കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതി മംഗലാപുരം സ്വദേശി ഇർഷാദിനെ കൊലപാതകം നടത്തിയ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. മന്തി ഉണ്ടാക്കുന്ന അരിവരുന്ന ചാക്കിലുള്ള കൂപ്പണുകൾ ഇർഷാദ് എടുത്തുവെച്ചിരുന്നത് സക്കീർ ഹുസൈൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം 6-ാം തീയതിയാണ് ഇർഷാദ് ഹോട്ടൽ ഉടമയെ കൊലപ്പെടുത്തിയത്. ഹോട്ടൽ ജീവനക്കാർക്ക് താമസിക്കാനായി നൽകിയിരുന്ന വീട്ടിൽ വെച്ചാണ് കത്തി ഉപയോഗിച്ച ഹോട്ടൽ ഉടമയായ സക്കീർ ഹുസൈനെ ഇർഷാദ് കുത്തിക്കൊലപ്പെടുത്തിയത്. ഈ മാസം 6-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്കായിരുന്നു സംഭവം. ചടയമംഗലം കുരിയോട് പ്രവർത്തിച്ചു വന്ന സ്പൈസി ഹോട്ടൽ ഉടമയായിട്ടുള്ള സക്കീർ ഹുസൈനെയാണ് ഹോട്ടലിലെ മന്തിയുണ്ടാക്കുന്ന ജീവനക്കാരനായ ഇർഷാദ് കുത്തിക്കൊലപ്പെടുത്തിയത്. മന്തിയുണ്ടാക്കുന്ന അരിവരുന്ന ചാക്കിലുള്ള കൂപ്പണുകൾ ഇർഷാദ് എടുത്തുവച്ചിരുന്നത് ഹോട്ടൽ ഉടമയായ സക്കീർ ഹുസൈൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നുണ്ടായ തർക്കമാണ് കൊലപാതകത്തിന് കാരണമെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കൊലപാതകം നടത്തിയതിനു ശേഷം ചടയമംഗലത്ത് നിന്ന് രക്ഷപ്പെട്ട ഇർഷാദിനെ തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്നാണ് പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തത്. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ ചടയമംഗലം പോലീസ് കടയ്ക്കൽ കോടതിയിൽ നിന്നും കസ്റ്റഡിയിൽ വാങ്ങി. കൊലപാതകം നടത്തിയ ഹോട്ടലിനോട് ചേർന്നുള്ള ജീവനക്കാർ താമസിക്കുന്ന വീട്ടിലെത്തിച്ച തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടത്തിയ രീതിയും രക്ഷപ്പെട്ടതും പ്രതി പോലീസിനോട് വെളിപ്പെടുത്തി. കസ്റ്റഡിയിൽ വാങ്ങിയ പ്രതിയെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കി. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.